നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിഹേവിയറൽ അപ്രോച്ചാണ്. അപ്പോൾ ഈ ബിഹേവിയറൽ അപ്രോച്ചിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ഉണ്ടാക്കുന്നില്ല. ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്ത് മാത്രമാണ് നോക്കുന്നത്. കാരണം ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇത് സൈക്കോപതോളജിയുടെ സെക്കൻഡ് ഇയർ, ഇഗ്നോ സെക്കൻഡ് ഇയറിൽ സൈക്കോപതോളജിയിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി അപ്രോച്ചുകളെ പറ്റി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് ബിഹേവിയറൽ അപ്രോച്ച് നോക്കാം. ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുന്നത് അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് ഉള്ളത്. ഒന്ന് പാവ്ലോവ് ഉണ്ട്, പിന്നെ വാട്സൺ ഉണ്ട്. വാട്സനെയാണ് നമ്മൾ ഫാദർ ഓഫ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കിന്നർ വരുന്നുണ്ട്, ആൽബർട്ട് ബന്ദുര ഉണ്ട്, റോട്ടറുണ്ട്. റോട്ടറിനെ പറ്റിയൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റൊക്കെ പഠിക്കുന്നുണ്ട്. റോട്ടറുണ്ട്. അങ്ങനെ ചില പ്രധാനപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ബിഹേവിയറിസം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ബിഹേവിയറും ശ്രദ്ധിക്കുക, അതായത് ഏതൊരു ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതാണ്. അത് അബ്നോർമലാവാം, നോർമലാവാം. ഏതൊരു ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതാണ്. കാരണം ഈ ബിഹേവിയറിസം ഫോക്കസ് ചെയ്യുന്നത് ബിഹേവിയറിൽ മാത്രമാണ്. കാരണം അവർ കുറേ കൂടി എക്സ്പെരിമെൻ്റ് നടത്തി കാര്യങ്ങളെപ്പറ്റി പഠിക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ സൈക്കോളജിക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതും ഡയറക്റ്റായിട്ട് എക്സ്പെരിമെൻ്റ് നടത്താൻ പറ്റുന്നതും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ സൈക്കോളജി തന്നെ ബിഹേവിയറിനകത്ത് ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ബിഹേവിയറിന് പിന്നിലുള്ള ഇന്നർ മോട്ടിവേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് ബിഹേവിയറിസ്റ്റുകളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, എല്ലാ ബിഹേവിയറും നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന കാര്യമാണ്. ഈ ലേണിംഗ് തന്നെ നടക്കുന്നത് പല പ്രോസസ്സിലൂടെ നടക്കാം. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ നടക്കാം, ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിലൂടെ നടക്കാം, അതല്ലെങ്കിൽ ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെ നടക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ലേണിങ് നടക്കുന്നതായിട്ട് ഇവർ പറയുന്നുണ്ട്. പിന്നെയെന്ന് പറയുമ്പം ബിഹേവിയറിസത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ, എങ്ങനെയാണ് ഒരു ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നിവർ മനസ്സിലാക്കിയിരിക്കുന്നത്, അതായത് നമ്മുടെ ഒരു ജനറ്റിക് ഫാക്ടേഴ്സും എൻവയറമെൻ്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ സിറ്റുവേഷനും, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇവർ കുറേ കൂടി എൻവയറമെൻ്റൽ ഫാക്ടേഴ്സിനാണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാണ് കുറേ കൂടി പ്രാധാന്യം നൽകുന്നത്. ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന നിലയിലാണ് മനുഷ്യൻ കാര്യങ്ങളെ പഠിച്ചെടുക്കുന്നത്. അതായത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന നിലയിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സിനാണ് കൂടുതൽ ഉദാഹരണം നൽകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഒരു കുട്ടി പഠിച്ചെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കുട്ടിക്കാലത്ത് അവരുടെ അച്ഛനും അമ്മയൊക്കെ നല്ല ബിഹേവിയർ ചെയ്യുമ്പം അതിന് പ്രത്യേകിച്ച് വലിയ റിവാർഡൊന്നും കൊടുക്കാതിരിക്കുകയും, എന്നാൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വലിയ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് ആൻറ്റി സോഷ്യൽ ബിഹേവിയറൊക്കെ ഉണ്ടായി വരുന്നതായിട്ടാണ് പറയുന്നത്. ഈ ഒരു നിലയിലാണ് ഇവർ എല്ലാ ഡിസോർഡറുകളെയും മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രായത്തിൽ നമ്മൾ ലേൺ ചെയ്തെടുത്തായിരിക്കും ഈ മൂന്ന്: ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെ. ഓക്കെ, ഇനിയിപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, ഇവാൻ പി പാവ്ലോവ് ആണ്. അദ്ദേഹം ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റാണ്. അപ്പം ഇദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. എക്സ്പെരിമെൻ്റ് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ഒരു ആക്സിഡൻ്റലി കണ്ടുപിടിച്ചൊരു സംഗതിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പട്ടിയുടെ സലൈവയുടെ അളവ്, വായി വരുന്ന സലൈവയുടെ അളവ് പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കുകയും ഫുഡിനൊപ്പം തന്നെ ബെല്ല് അടിച്ച് ഫുഡ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നു, ഒപ്പം ബെല്ല് അടിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ പട്ടിക്ക് ഫുഡ് കാണുമ്പോൾ തന്നെ സലൈവ വരുന്നുണ്ട്.
അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ബെല്ലും ഫുഡും കൂടെ ഒരുമിച്ച് കൊടുത്തതിന് ശേഷം അവസാനം ബെല്ലടിച്ചാൽ മാത്രം പട്ടിയുടെ വായിൽ സലൈവ വരുന്നു, ഫുഡില്ലാതെ തന്നെ സലൈവ വരുന്നു. ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ അദ്ദേഹം നടത്തി. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മൾ ഏതൊരു ബിഹേവിയറും അസോസിയേഷനിലൂടെയാണ് അല്ലെങ്കിൽ പെയറിങ്ങിലൂടെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചില സ്റ്റിമുലസിനോട് നാച്ചുറലായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഫുഡ് കാണുമ്പോൾ നമ്മുടെ വായി വെള്ളം വരും, അല്ലെങ്കിൽ അങ്ങനെ അതൊരു നാച്ചുറലായിട്ടുള്ള റെസ്പോൺസാണ്. അല്ലെങ്കിൽ ഒരു വലിയ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പേടി തോന്നും, ഇതൊരു നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ അങ്ങനെ ചില സ്റ്റിമുലസിന് നമ്മളിൽ ഒരു നാച്ചുറലായിട്ടൊരു റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സ്റ്റിമുലസിന് പറയുന്ന പേരാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വിളിക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കണ്ടീഷനിങ് വേണ്ടാതെ തന്നെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഓക്കെ, അതുകൊണ്ട് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് അതിനെ വിളിക്കുന്നു. അപ്പം നേരെ മറിച്ച് ഒരു റെസ്പോൺസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പം വലിയ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഫിയർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ യാതൊരു കണ്ടീഷനിങ്ങോ ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ആ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് അതിനെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ തരാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിത് കേട്ടിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഒരു ന്യൂട്രൽ സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറേ നാൾ നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ന്യൂട്രൽ സ്റ്റിമുലസിന് ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി കിട്ടും. ഓക്കെ, അതിന് ഇവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചുമ്മാ ഒരു ബെല്ല് കേൾക്കുക. ഈ ബെല്ലിന് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡ്രസ്സ് ഒരു ന്യൂട്രൽ സ്റ്റിമുലസ്. ആ ഡ്രസ്സിന് നമുക്ക് നാച്ചുറലായിട്ട് പ്രത്യേകിച്ച് ഒരു ക്ലോത്ത് നമ്മൾ കാണുന്നു എന്ന് വിചാരിക്കുക, നമുക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതല്ലെങ്കിൽ ഒരു പേര് വിളിക്കുന്നു, ഇത് ഒരു ന്യൂട്രൽ സ്റ്റിമുലസാണ്, അതിന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഏത് വേണേലും ആവാം. അപ്പം അങ്ങനെ ഒരു റെസ്പോൺസും അങ്ങനെ ഒരു സ്റ്റിമുലസും ഈ ന്യൂട്രൽ സ്റ്റിമുലസും ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഒരുമിച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉള്ളതുകൊണ്ട് തന്നെ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാകും. ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യുമ്പം നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഓക്കെ, ഈ ന്യൂട്രൽ സ്റ്റിമുലസ് ഉള്ളതുകൊണ്ടാണ് ചിലപ്പം ഈ ന്യൂട്രൽ സ്റ്റിമുലസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഫുഡ് അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം എന്താണോ അൺകണ്ടീഷൻഡ് കിട്ടേണ്ട സ്റ്റിമുലസ് അത് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചെടുക്കുകയും പിന്നീട് നമ്മുടെ ഈ ന്യൂട്രൽ സ്റ്റിമുലസ് മാത്രമുള്ളപ്പോൾ തന്നെ നമുക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ന്യൂട്രൽ സ്റ്റിമുലസിനെ വിളിക്കുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണ്. കാരണം നമ്മൾ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നീടുണ്ടാവുന്ന റെസ്പോൺസ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻഡ് റെസ്പോൺസാണ്. ഇപ്പോൾ ഇവിടെ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റിൽ തന്നെ നമ്മൾ പട്ടീനെ കണ്ടീഷൻ ചെയ്തെടുത്ത് എങ്ങനെയാണ്, അവിടെ ബെല്ലും ഫുഡുമായിട്ട് ഒരുമിച്ച് കൊടുക്കുന്നു. ബെല്ലും ഫുഡുമായിട്ട് ഒരുമിച്ച് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കുറേ കഴിയുമ്പോഴത്തേക്ക് ബെല്ലിന്, അതായത് ബെല്ലായ ന്യൂട്രൽ സ്റ്റിമുലസിന് ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടുള്ള സലൈവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പോൾ ബെല്ലിനെ നമ്മൾ പിന്നീട് വിളിക്കുക കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും സലൈവേനെ നമ്മൾ പിന്നീട് വിളിക്കുക കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയണം. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ രീതി നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറേ കീ ടേംസ് പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് ജസ്റ്റ് നോക്കാം. അതായത് ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് ദ ലേണിംഗ് പ്രോസസ് ദാറ്റ് ഒക്യൂർ വെൻ ടു സ്റ്റിമുലസ് ആർ റിപ്പീറ്റഡ്ലി പെയർഡ്. ഓക്കെ, നിങ്ങൾ എക്സാമിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ അങ്ങ് എഴുതി വെക്കുക. പിന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എ സ്റ്റിമുലസ് ദാറ്റ് നാച്ചുറലി ആൻഡ് ഓട്ടോമാറ്റിക്കലി ട്രിഗർസ് എ റെസ്പോൺസ് വിത്തൗട്ട് എനി പ്രയർ ലേണിംഗ്. ഓക്കെ, ഇനി അടുത്താണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എ
നാച്ചുറൽ ഓട്ടോമാറ്റിക് റിയാക്ഷൻ ടു ദി അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എ സ്റ്റിമുലസ് ദാറ്റ് ഇനീഷ്യലി ഡസ് നോട്ട് എലിസിറ്റ് എനി ഇൻട്രിൻസിക് റെസ്പോൺസ് അൻറ്റിൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റിമുലസുകൾ നമ്മൾ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയും. കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഒറിജിനലി ദ ന്യൂട്രൽ സ്റ്റിമുലസ് ആഫ്റ്റർ അസോസിയേഷൻ വിത്ത് എ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇറ്റ് ബിക്കം ടു ട്രിഗർ എ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഓക്കെ, ഇനി കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ദ ലേൺഡ് റെസ്പോൺസ് ടു ദി പ്രീവിയസ്ലി ന്യൂട്രൽ സ്റ്റിമുലസ് വിച്ച് ഈസ് നൗ ദി കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കീ ടേംസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം വാട്സന് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നു എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു വലിയ സൗണ്ട് ഒരു കുട്ടിയെ കേൾപ്പിക്കുകയും ഒപ്പം ഒരു മൗസിനെ ഒരു എലീനെ കാണിക്കുകയും ചെയ്തു. ഒരു വെള്ള എലീനെയാണ്. അപ്പോൾ ആദ്യം ഈ വെള്ള എലിയോട് കുട്ടിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ വലിയ സൗണ്ടും ഈ എലീനെയും കാണിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്തു, ആ എലീനെ കാണുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാതെ തന്നെ കുട്ടിക്കൊരു ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ഈ ഒരു എക്സ്പെരിമെൻറ്റിന് പറയുന്ന പേരാണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻറ്റ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറൻ്റ് കണ്ടീഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ഭാഗമാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. അപ്പം നമ്മുടെ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ നമുക്കറിയാം ഈ ഫോബിയ അതുപോലെ തന്നെ ആങ്സൈറ്റി ഇതൊക്കെ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം സ്പൈഡറിനെ പേടി എന്നുള്ള വിചാരിക്കുക. സ്പൈഡറിനെ പേടി എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും കുട്ടിക്കാലത്ത് നമ്മളൊരു സ്പൈഡറിനെ കാണുകയും ആ സ്പൈഡറിനെ കാണുമ്പോൾ നമുക്കൊരു ഫിയർ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് അതിൻ്റെ ഒപ്പം തന്നെ വരികയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്പൈഡറിനാണ് ആ ഒരു ഫിയർഫുള്ളായിട്ടുള്ള സ്റ്റിമുലസിന് കാരണം എന്ന് നമ്മൾ വിചാരിക്കുകയും സ്പൈഡറിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോബിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. എന്നാൽ ചില കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നു, ചില ആളുകൾ എന്തുകൊണ്ട് മ്യൂസിക് ഇഷ്ടപ്പെടുന്നു, ചില ആളുകൾക്ക് എന്തുകൊണ്ട് അവർ ഇങ്ങനെ പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ എന്തുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് അവരുടെ മിണ്ടാതെ ഒതുങ്ങി നടക്കുന്നു, സോഷ്യലി വിഡ്രോവലായിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ നമ്മളുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില ബിഹേവിയേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ മാത്രം സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ടതാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ഓപ്പറൻ്റ് കണ്ടീഷനിങ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് BF സ്കിന്നറാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം, ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിലൂടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ബിഹേവിയറിൻ്റെ ഔട്ട്കം എന്താണോ ആ ഔട്ട്കമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ബിഹേവിയർ ഇനി റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ബേസിക്കലി മനുഷ്യൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു തലത്തിൽ വേണം നമ്മൾ ഈ ഒരു ഓപ്പറൻ്റ് കണ്ടീഷനിങ് കാണാനായിട്ട്. അതായത് നമ്മളൊരു ബിഹേവിയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പണിഷ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു കുപ്പി എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെച്ചു. എനിക്കപ്പോൾ കിട്ടുന്ന ഒരു അടിയാണ് കിട്ടിയെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയുടെ നിന്നോ അല്ലെങ്കിൽ വേറെ ആരിൽ നിന്നോ അടി കിട്ടി. അപ്പോൾ പിന്നീട് ഞാൻ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായത് ആ കുപ്പി എടുത്ത് മാറ്റി വെച്ചപ്പം. അങ്ങനെ വീണ്ടും ഞാൻ എടുത്ത് മാറ്റുമ്പോൾ ഇത് തന്നെ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ബിഹേവിയർ അങ്ങനെ കുപ്പി അവിടെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ പ്രത്യേകിച്ച് കാര്യത്തിനൊന്നും ഇല്ല എന്നുള്ള നിലയിലേക്ക് ഞാൻ ആ ബിഹേവിയർ ഉണ്ടാക്കത്തില്ല. അങ്ങനെ നമുക്ക് ഏതൊരു ബിഹേവിയർ നമുക്ക് ഈ രീതിയിൽ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിലൂടെ ലേൺ ചെയ്യിപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ചില കീ ടേംസുകൾ പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെയാണ് പണിഷ്മെൻറ്റ്, രണ്ടാമത് പറയുന്ന ഇതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് നമ്മളിപ്പം പറഞ്ഞു നമ്മുടെ ഒരു ബിഹേവിയറിന് രണ്ട് തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാവാം. ഒന്നെങ്കിൽ അത് നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആവാം. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നെഗറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ആ ബിഹേവിയർ ഒഴിവാക്കും എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് വീക്കൻ ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും എന്നുള്ള. ഇപ്പോൾ ഇത് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്.
അപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷനിങ് ടെക്നിക്കിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആളുകളെ പഠിപ്പിച്ചെടുക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്നു ഉണ്ട്. ഇപ്പോൾ റിവാർഡ് തന്നെ 2 തരത്തിലുള്ള റിവാർഡുണ്ട്. പോസിറ്റീവ് റിവാർഡുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് റിവാർഡുണ്ട്. റിവാർഡിനെ പറയുന്ന മറ്റൊരു പേരാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം 2 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആഡിങ് എ ഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഇൻക്രീസ് എ ബിഹേവിയർ. ഓർക്കുക, ആഡിങ് എ ഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഇൻക്രീസ് എ ബിഹേവിയർ. അതായത് ഒരു കുട്ടി ഒരു നിലത്ത് കിടന്ന ഒരു പേപ്പർ എടുത്ത് ചുരുട്ടി എടുത്തുകൊണ്ട് വേസ്റ്റ് കൊട്ടലിട്ടു. നമ്മൾ ആ കുട്ടിക്ക് ഒരു മുട്ടായി കൊടുക്കണം. ഇതിനെ നമുക്കൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. റിമൂവിങ് ആൻ അവേഴ്സീവ് സ്റ്റിമുലസ് ടു ഇൻക്രീസ് എ ബിഹേവിയർ. ഓക്കെ, അതായത് നോക്കുക, റിമൂവിങ് എന്നുള്ള വാക്ക് പ്രധാനമാണ്. റിമൂവിങ് ആൻ അവേഴ്സീവ് സ്റ്റിമുലസ് ടു ഇൻക്രീസ് എ ബിഹേവിയർ. അതായത് ഒരു കുട്ടി, നമ്മുടെ മോനോ ആയിക്കോട്ടെ, അവർ ക്ലാസ്സിൽ കുറേയധികം നല്ല മാർക്ക് മേടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു പോസിറ്റീവായിട്ടുള്ള ബിഹേവിയറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ചെയ്യേണ്ട ഒരു ജോലിയാണ് വീട്ടിലെ പാത്രം കഴുകി വെക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ക്ലീൻ ചെയ്യുക എന്നുള്ള ജോലി. അപ്പോൾ ഞാൻ പറയും, ഓക്കെ മോളെ, നീ നല്ല മാർക്കാണ് ഇന്ന് മേടിച്ചിരിക്കുന്നത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, നീ ഇന്ന് ക്ലീൻ ചെയ്യേണ്ട, നീ പഠിച്ചോ, നേരിട്ട് തന്നെ പോയി പഠിച്ചോ, അല്ലെ നേരിട്ട് എന്താണ് ചെയ്യേണ്ടത് നിനക്ക് അത് ചെയ്തോ എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഒരു അവേഴ്സീവായിട്ടുള്ള സ്റ്റിമുലസിനെ നമ്മളവിടെ റിമൂവ് ചെയ്തു. കുട്ടിക്ക് ക്ലീൻ ചെയ്യുന്ന അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സാധനത്തെ നമ്മൾ അതിനെ റിമൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കുട്ടിക്കൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അതുവഴി ആ കൂടുതൽ മാർക്ക് മേടിക്കുക എന്നുള്ള ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇനി അടുത്താണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റിനെ പറ്റിയാണ്. 2 തരത്തിലുള്ള പണിഷ്മെൻ്റ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് പണിഷ്മെൻറ്റും അടുത്തത് നെഗറ്റീവ് പണിഷ്മെൻറ്റും. പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആഡിങ് ആൻ അവേഴ്സീവ് സ്റ്റിമുലസ് ടു ഡിക്രീസ് എ ബിഹേവിയർ. ഇവിടെ ഡിക്രീസാണ് ചെയ്യുന്നത് ബിഹേവിയറെ. അപ്പോൾ അതായത് ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വടി വെച്ചൊരു അടി കൊടുക്കും, അല്ലെങ്കിൽ അവനെ നമ്മൾ ദേഷ്യപ്പെടും. എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നെഗറ്റീവ് സാധനമാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ഇവിടെ ആഡ് ചെയ്യുകയാണ്, ആ നെഗറ്റീവ് സാധനം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്താണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് എ ഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഡിക്രീസ് ബിഹേവിയർ. റിമൂവിങ് എ ഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഡിക്രീസ് എ ബിഹേവിയർ. അതായത് ഒരു കുട്ടി അതിൻ്റെ അമ്മയോട് എന്തെങ്കിലും ഒരു ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ അത് എല്ലാ ദിവസവും 1 മണിക്കൂർ ടി വി കാണുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു, ഇന്ന് നീ അമ്മയോട് ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഇന്ന് ടി വി കാണണ്ട. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടി വി ഓഫാക്കി വെക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ ഒരു അമ്മയോട് ദേഷ്യപ്പെടുക എന്നുള്ള ആ ഒരു സാധനത്തെ, ആ ഒരു ബിഹേവിയറിനെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി കുട്ടിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിരുന്ന ടി വി കാണുക എന്നുള്ള ബിഹേവിയറിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്തു. ഓക്കെ, അതാണ് റിമൂവിങ് എ ഡിസൈറബിൾ സ്റ്റിമുലസ്. ടി വി കാണുക എന്നുള്ള ഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഡിക്രീസ് എ ബിഹേവിയർ. അതായത് അമ്മയോട് ദേഷ്യപ്പെടുക എന്നുള്ള ബിഹേവിയറിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തു. അപ്പോൾ ഇതാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അപ്പോൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അതായത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ പഠിച്ചെടുക്കുന്നത് ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലൂടെയാണ് പഠിച്ചെടുക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് സ്കിന്നർ എന്ന് പറയുന്നത്. സ്കിന്നറാണ് ഇത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓക്കെ, അടുത്ത ഇതിലേക്ക് പോകാം. അടുത്താണ് സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി. സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറിയിലെ പ്രധാനപ്പെട്ട ആളുകളാണ് ആൽബർട്ട് ബന്ദുരയുടെ നമുക്ക് ചില എക്സ്പെരിമെൻറ്റുകളൊക്കെ നമ്മൾ പഠിച്ചു കാണും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളാണ് ജൂലിയൻ ബി റോട്ടർ, പിന്നെ വാൾട്ടർ മിഷൽ. ഇങ്ങനെയുള്ള 3 പേരുകളാണ് നമുക്ക് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി ആയിട്ട്. അപ്പം ഈ ഒരു സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്നത് വഴി നമ്മൾ പല കാര്യങ്ങളും
പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ആൽബർട്ട് ബന്ദൂര ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് കുട്ടികളെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ആ എക്സ്പെരിമെൻറ്റ് ഞാൻ ജസ്റ്റ് പറയാം, ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് കുറേ കുട്ടികളെ 2 ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ എടുക്കുകയും ഒരു കുട്ടികളെ എന്താണ് കാണിച്ചത്, ഫൈറ്റ് ചെയ്യുന്ന സീൻ കാണിക്കുകയും ചെയ്തു. അതായത് മറ്റു കുട്ടികളെ കാണിച്ചതെന്ന് പറഞ്ഞാൽ കുറേ ശാന്തമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ കുട്ടികളെ എന്ത് ചെയ്യുന്നു വെച്ചാൽ വേറൊരു മുറിയിലേക്ക് വിട്ടു. ആ മുറിയിൽ കുറേയധികം കളിപ്പാട്ടങ്ങൾ ഉണ്ട്. ഒരു ബോബോ ഡോളുണ്ട് ഒരു റൂമിനകത്ത്, മറ്റൊന്നത് കുറേയധികം കളിപ്പാട്ടങ്ങളും ബോബോ ഡോളും ഒക്കെ ഉണ്ട്. അപ്പം ഒന്നാമത് ഈ ഒരു അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിച്ച, അതായത് മോഡൽ ചെയ്ത, സ്ക്രീനിൽ കാണിച്ചു കൊടുത്ത ആ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ആ ഒരു റൂമിൽ പോയിട്ട് ഒരു അഗ്രസീവായിട്ടാണ് കളിപ്പാട്ടങ്ങളുമായിട്ട് കളിച്ചത്. ഇപ്പോൾ ബോബോ ഡോളൊക്കെ ആയിട്ട് ഇടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ഇനി എന്നാൽ ശാന്തമായിട്ടുള്ള ഒരു ബിഹേവിയർ സ്ക്രീൻ ചെയ്യിച്ച ആ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്, അല്ലെ കണ്ട കുട്ടികളുണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ റൂമിൽ പോയിട്ട് വളരെ ശാന്തമായിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാർ നമ്മൾ മറ്റൊരു രീതിയിലും കൂടെ പഠിച്ചെടുക്കും, നമ്മൾ മറ്റുള്ളവരെ കണ്ട് നമ്മൾ പഠിച്ചെടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു റിയൽ ലൈഫിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അട്ടേനെയൊക്കെ പേടിയാണ്. അപ്പോൾ അട്ടേനെ പേടി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ജീവിതത്തിൽ തൊട്ട് പോലും നോക്കിയിട്ട് കാണത്തില്ലേ അട്ടേനെയൊന്നും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ നമ്മൾ തൊട്ട് പോലും നോക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? ചിലപ്പം ടി വിയിൽ ചിലപ്പോൾ അട്ടേനെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പേടിക്കുക, അങ്ങനെ ചെയ്യുക, ഇതൊക്കെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, നമ്മുടെ കസ്റ്റംസ് നമുക്കിതാരും പറഞ്ഞു തന്നിട്ടായിരിക്കത്തില്ല നമ്മൾ പലതും പഠിച്ചെടുക്കുന്നത്. ഇപ്പം മുതിർന്നവരെ കാണുമ്പം എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ശീലങ്ങൾ, അല്ലെങ്കിൽ ഒരു കസ്റ്റംസ് നമുക്കുണ്ടല്ലോ. ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ ഈ മോഡലിങ്ങിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് ടി വിയിൽ കണ്ടാവാം, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും കാണിക്കുന്നത് കണ്ടാവാം, അങ്ങനെ എന്ത് വേണമല്ലോ ആ ഒരു രീതിയിലാണ് നമ്മളത് പഠിച്ചെടുക്കുന്നത് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. പിന്നെ ഈ ബിഹേവിയറിനകത്ത് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഇവർ പറയുന്നത് ബിഹേവിയറാണ് അൾട്ടിമേറ്റ്ലി പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ ഈ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആളെ ചികിത്സിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്കുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഫോബിയ, ആങ്സൈറ്റി, അതുപോലെ തന്നെ കണ്ടക്ട് ഡിസോർഡർ, പാനിക് ഡിസോർഡർ, സെക്ഷൽ ഡീവിയേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്, ഇതിൻ്റെ 3ൻ്റെ ബേസിലാണ് ഈ ഒരു സാധനം, ഈ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി ചില ബിഹേവിയർ തെറാപ്പികളുണ്ട്, CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തെറാപ്പികളൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് എന്താണ്, ബിഹേവിയറിസ്റ്റ് പ്രിൻസിപ്പിളിനെയും കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളെ പറ്റി പറയുന്നുണ്ട്. റിലാക്സേഷൻ തെറാപ്പി, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, ബയോ ഫീഡ്ബാക്ക്, അവേഷൻ തെറാപ്പി, ഹാബിറ്റ് റിവേഴ്സൽ, മോഡലിംഗ്, ഷേപ്പിംഗ്, ടോക്കൺ എക്കോണമി, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ ഇങ്ങനെ കുറേയധികം ടെക്നിക്കുകൾ നമ്മളിതിനകത്ത് ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഒരുപാട് സമയം എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണത്. കാരണം നമുക്ക് തെറാപ്യൂട്ടിക് ടെക്നിക്സിന് എന്ന പേപ്പറിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടിയാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിഹേവിയർ അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.